ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ നമ്മുടെ പ്രവീണയുടെ കല്യാണത്തിന് പോകണം കേട്ടോ. എൻ്റെ അമ്മാവൻ്റെ മോളാണ് പ്രവീണ. അപ്പം ഞാനും ചേട്ടയും വസുമാതിയും അങ്കിളും കൂടെയാണ് പോകുന്നത് കേട്ടോ. പോകുന്ന വഴിക്ക് നമ്മുടെ MASൻ്റെ അവിടുത്തെ ഉണ്ണിയപ്പം, അപ്പച്ചൻ വയ്ക്കുന്ന ഉണ്ണിയപ്പം ഉണ്ടല്ലോ, ഞാൻ അതിൻ്റെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടുന്ന് നമ്മൾ ഉണ്ണിയപ്പം വാങ്ങിച്ച് കഴിച്ചുകൊണ്ടാണ് പോകുന്നത്. നല്ല ചൂട് ഉണ്ണിയപ്പമായിരുന്നു. എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു ഉണ്ണിയപ്പം കൂടിയാണ്. അപ്പം നമ്മൾ അവിടെ ചെന്നതിന് ശേഷം പിന്നെ എല്ലാവരുടെ അനുഗ്രഹം ഒന്നും കൂടെ വാങ്ങിക്കുവാണേ, പെണ്ണും ചെറുക്കനുമൊക്കെ. അതിന് ശേഷം നമ്മുടെ പെണ്ണിൻ്റെ ചെറുക്കൻ്റെ കെട്ട് വേഗം തന്നെ കഴിഞ്ഞു. 10:30 ആയിരുന്നു മുഹൂർത്തം. അപ്പം നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വെളിയിൽ നമ്മൾ ശ്യാമച്ചൻ്റെയും കുഞ്ഞിൻ്റെയൊക്കെ കൂട്ടത്തിൽ നിൽക്കുകയാണ്. ഈ സമയത്ത് മാനസ അമ്പലത്തിലെ തൊഴുവാണ് കേട്ടോ. വെളിയിൽ നിന്നാണ് തൊഴുന്നത്. കുഞ്ഞിൻ്റെ തലമുടിയെ വെച്ചേക്കുന്ന ആ സംഭവം കണ്ടോ, അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം നമ്മൾ രാവിലെ തന്നെ വന്നപ്പോൾ തൊഴുതിട്ടുണ്ടായിരുന്നു. നട അടയ്ക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കയറി തൊഴുകയൊക്കെ ചെയ്തായിരുന്നു. നല്ല അമ്പലമാണ് കേട്ടോ, നല്ല ശാന്തമായിട്ടുള്ളൊരു അന്തരീക്ഷവും. അപ്പോൾ അതാ നമ്മുടെ സദ്യയാണ്. അതിന് ശേഷം ഫുഡ് കഴിക്കാനായിട്ട് ഞങ്ങൾ വന്നു. വസുവിനെ ഞാൻ അങ്കിളുടെ കൈ കൊടുത്തേക്കുവാണ് കേട്ടോ. അപ്പം നമ്മുടെ ചോറൊക്കെ വന്നു. ആദ്യം തന്നെ വസുക്കുഞ്ഞിന് പരിപ്പും നെയ്യും ഒക്കെ കൂട്ടിയിട്ട് ഞാൻ വയറ് നിറച്ച് ചോറ് കൊടുത്തു. അവനെ ഒപ്പത്തിലിരുത്താത്ത എന്താണെന്ന് വെച്ചാൽ അവൻ ചോറും ഇലയെല്ലാം കൂടി വലിച്ചെറിയും കേട്ടോ. അതുകൊണ്ടാണ്. അതിന് ശേഷം ഞാൻ കഴിച്ചുള്ളൂ കേട്ടോ. പറയാതിരിക്കാൻ പറ്റത്തില്ല, നല്ല അടിപൊളി സദ്യ തന്നെയായിരുന്നു. അങ്ങനെ സദ്യയൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ വാഗമണ്ണിന് പോവാണ് കേട്ടോ. വണ്ടിക്ക് ആവശ്യമായിട്ടുള്ള പെട്രോളൊക്കെ അടിച്ചിട്ട് വാഗമണ്ണിന് പോവാണ്. കഴിഞ്ഞ ദിവസം തന്നെ ഒരു പരാതി ഉണ്ടായിരുന്നു. ഞങ്ങൾ വാഗമണ്ണിന് പോയപ്പോൾ അമ്മയെ കൊണ്ടുപോയില്ലെന്ന്. അപ്പോൾ അമ്മയും കൂടെ കൂട്ടിക്കൊണ്ട് പോവാണ്. ഷാമിയേട്ടയുടെയൊക്കെ വണ്ടിക്കകത്തുണ്ട് കേട്ടോ, അമ്മയും അച്ഛനൊക്കെ. അങ്ങനെ നമ്മൾ പോകുന്ന റൂട്ടാണ് ഇത് നമ്മുടെ ഈരാറ്റുപേട്ട കൂടി വാഗമണ്ണിന് പോകുന്ന റൂട്ടാണ് കേട്ടോ. എല്ലാ വഴി പോകുന്നതിനേക്കാളും ഭംഗിയാണ് കേട്ടോ ഈ വഴി പോകുമ്പോൾ. നല്ല രസമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല മലഞ്ചെരുവുകളും കുന്നുകളും ഒക്കെയാണ് പോകുന്ന വഴിക്ക്. നല്ല രസമാണ്. ഇവിടെ കുറേ സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ലേലം, പിന്നെ നമ്മുടെ പുലിമുരുകൻ്റെ ആ വണ്ടിയെ പോകുന്ന സീനൊക്കെ ഉണ്ട്. അതൊക്കെ ഇവിടെയാണ് ഷൂട്ട് ചെയ്തേക്കുന്നത്. അപ്പം നമ്മൾ ആദ്യം കണ്ട ഐസ്ക്രീം വണ്ടിയുടെ അവിടെ തന്നെ ഒന്ന് ചവിട്ടി. അവിടെ നല്ല രസമാണ് കേട്ടോ കാണാൻ. നല്ലൊരു വ്യൂ പോയിൻ്റാണ്. അവിടെ ആൾക്കാരെ ഇറങ്ങി കാണുന്ന സ്ഥലം തന്നെയാണ്. അപ്പോൾ ഇതാ ഈ ഒരു പാറ ഇങ്ങനെ കട്ട് ചെയ്തിട്ടാണല്ലോ ആ റോഡ് ഉണ്ടാക്കിയേക്കുന്നത്. അവിടെയൊക്കെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അതിനുശേഷം ഞാൻ വാങ്ങിച്ച ഫ്ലേവർ ബ്ലൂബെറിയാണ് കേട്ടോ. ഐസ്ക്രീമൊക്കെ കഴിക്കുന്നുണ്ട്. അതിനുശേഷം ഞങ്ങൾ പണ്ട് ഇവിടെ വന്നിട്ടുള്ള കഥകളൊക്കെ ഞാൻ മാനസ അവിടെ നിന്ന് കുറേ നേരം ഒന്ന് പറയുവാണ്. അപ്പോൾ എല്ലാവരും ഐസ്ക്രീം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും അവരവർക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ വാങ്ങിച്ച് കഴിക്കുകയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം ബ്ലൂബെറിയാണ് കേട്ടോ. പിസ്ത എനിക്കിഷ്ടമാണ്, പക്ഷേ അത് ഇല്ലായിരുന്നു കേട്ടോ. അതിനുശേഷം കുറേ നേരം ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് ഇതിനേക്കാളും നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അവിടെയാണ് ശരിക്കും ആളുകളൊക്കെ വണ്ടിയൊക്കെ നിർത്തി ഫോട്ടോസൊക്കെ എടുക്കുന്നത്. അവിടെ ആകുമ്പോൾ കുറേ അധികം കടകളും ഒക്കെ ഉണ്ട്. അപ്പം നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. അങ്ങോട്ടാണ് പോകുന്നത്. ഇവിടെ ആകുമ്പോൾ ഒരുപാട് ഐസ്ക്രീം വണ്ടികളും കടകളും പിന്നെ കുറച്ച് പിള്ളേരെ വശത്താക്കാൻ പറ്റിയ കുറച്ച് അലുപോലത്തെ സാധനങ്ങൾ വെക്കുന്ന കടകളും ഒക്കെ ഉണ്ട്. ചേട്ടായി നല്ല തൊപ്പിയൊക്കെ നോക്കിയെടുക്കാൻ കേട്ടോ. ഈ സമയത്ത് ഞാൻ വേറെ സൈഡിൽ പോയി നിന്ന് കുറേ നേരം ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അവിടെ ആണെങ്കിൽ ഒരു സ്റ്റെപ്പ് പോലെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. അതിന് മണ്ടയിൽ കയറി നിന്നാൽ നമുക്ക് നല്ല ഫോട്ടോസും ഒക്കെ എടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ചെയ്ത് വെച്ചേക്കുന്നത്. പക്ഷേ അതിപ്പോൾ ഓപ്പൺ അല്ല കേട്ടോ. നമ്മൾ ആ കയറി വന്ന വഴികളാണ് കേട്ടോ ആ കാണുന്നതൊക്കെ. ഈ ഒരു സംഭവം ഓപ്പൺ ആയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അതേ കയറി നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ ഓപ്പൺ അല്ലേ. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ കുറേ അധികം കടകളുണ്ട്. ഉപ്പിലൊക്കെ ഇട്ടതാണ് മെയിനായിട്ട് അവിടെ വിൽക്കുന്നത്. പിന്നെ നമ്മുടെ കൊച്ചു പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള കളിപ്പാട്ടങ്ങളും പിന്നെ നല്ല തൊപ്പികളൊക്കെ. അമ്മ അതിൽ നിന്നൊരു തൊപ്പി എടുത്തിട്ട് എനിക്ക് വെച്ച് തരുന്നുണ്ട് കേട്ടോ. അപ്പം അതിനകത്തുനിന്ന് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു തൊപ്പി അമ്മ എടുക്കുകയും ചെയ്തു. പിന്നെ ചേട്ടായി ഒരു തൊപ്പി വാങ്ങിച്ചു. അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ അവിടെ നിന്ന് വാങ്ങിച്ചു. അതിനുശേഷം ഞാനും വസുക്കുഞ്ഞും കുറേ നേരം അതിനകത്തൂടെ നടന്നു. വസുവിനൊരു ബോളുണ്ടോ എന്ന് ഞാൻ നോക്കി, പക്ഷെ അവിടെ ബോളൊന്നും ഇല്ലായിരുന്നു. പിന്നെ മാനസയും ഷാമിയേട്ട എവിടെയാണെന്ന് ഞാൻ നോക്കാൻ വേണ്ടിയിട്ട് പോയപ്പം മാനസയും ഷാമിയേട്ടായും നമ്മുടെ അവിടെ മതിൽ പോലെ അവരിങ്ങനെ വെച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ മണ്ടയിൽ കയറി നിന്ന് ഫോട്ടോസ് എടുക്കുകയാണ് കേട്ടോ. അതിനുശേഷം നല്ലൊരു അടിപൊളി നാരങ്ങകളാണ് കുടിച്ചത്. ചായ ഇവിടെ നിന്ന് കുടിക്കാൻ നല്ല രസമാണ്. പക്ഷേ എനിക്ക് നന്നായിട്ട് ദാഹിച്ചതുകൊണ്ട് ഞാൻ നാരങ്ങ വെള്ളം വാങ്ങിച്ചിട്ട് കുടിച്ചു കേട്ടോ. നല്ല ദാഹം ഉണ്ടായിരുന്നു. അതുമാത്രമല്ല ഇവിടെ ഈ ഒരു തണുപ്പും ഒക്കെ കൊണ്ടുകൊണ്ട് നിന്ന് ഈ നാരങ്ങ വെള്ളം കുടിക്കാൻ ഭയങ്കര രസമാണ് കേട്ടോ. അങ്ങനെ നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം ഷാമിയേട്ട ഉപ്പിലിട്ട മാങ്ങ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതും ഞാൻ കഴിക്കുന്നുണ്ട്.
അല്ലെങ്കിൽ എനിക്ക് പണ്ടേ ഈ ഉപ്പിലിട്ടതിനോടൊക്കെ ഭയങ്കര പ്രിയമാണ് കേട്ടോ. പിന്നെ കുറച്ച് ഉപ്പിലിട്ട പൈനാപ്പിളും കൂടെ വാങ്ങിച്ച് അത് കുറച്ച് നേരം വണ്ടിയിൽ ഇരുന്ന് കഴിച്ചിട്ട് അത് കഴിച്ചുകൊണ്ടാണ് പിന്നെ നമ്മൾ വാഗമണ്ണിലോട്ട് പോകുന്നത് കേട്ടോ. സത്യം പറയാലോ, എത്ര തവണ വന്നാലും എനിക്ക് മടുക്കാത്തൊരു സ്ഥലമാണ് കേട്ടോ വാഗമൺ എന്ന് പറയുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ മൊട്ടക്കുന്നും ഈ ഒരു പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അവിടെ ചെന്നപ്പം അവിടെ ഒരു ചേട്ടന്മാർ 2 ചേട്ടന്മാർ അവിടെ നിന്ന് പാട്ട് പാടുന്നത് കേട്ടോ. എനിക്ക് പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ അവർക്ക് ചെറിയൊരു ഗിഫ്റ്റൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷം നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് അതിനകത്തോട്ട് കയറുന്നതിന് മുമ്പ് ഷ്യാമേട്ടായും അർജുൻ ചേട്ടായും കൂടെ പിള്ളേർക്കുള്ള പട്ടമൊക്കെ വാങ്ങിക്കാൻ പോയി. അങ്ങനെ പട്ടമൊക്കെ വാങ്ങിച്ച് അവർ തിരിച്ച് വന്നതിന് ശേഷം നമ്മൾ നേരെ നമ്മൾ ആ മുട്ടക്കുന്നിലോട്ട് കയറി പോകണം കേട്ടോ. അപ്പം പോകുന്ന വഴിക്കെല്ലാം നല്ലൊരു പേരമരങ്ങളാണ് അതിനകത്തുണ്ടായിരുന്നു കേട്ടോ. അവിടെ എല്ലാം ഇഷ്ടം പോലെ പേരമരങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ കിളികൾക്കൊക്കെ ഇഷ്ടം പോലെ ഫുഡുണ്ട്. പിന്നെ ആദ്യം തന്നെ ഞാനും മാനസി അമ്മയും കൂടി പോയത് ബാത്റൂമിലോട്ടാണ്. പെൺപിള്ളേരുടെ സ്വഭാവം അറിയില്ല, ബാത്റൂമിൻ്റെ ആദ്യം തന്നെ ബാത്റൂമിലോട്ടല്ലേ പോകത്തുള്ളൂ. അതിനുശേഷം ഈ 2 ചെടിക്കൂട്ടങ്ങൾക്കിടയിൽ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞാനും അമ്മയും കൂടെ ഒരു മുട്ടക്കുന്നിൽ പോയി. ബാക്കിയുള്ളവരെല്ലാം വേറൊരു മുട്ടക്കുന്നിൽ പോയി കേട്ടോ. അവർ പോയതിൻ്റെ പുറകെ ഞങ്ങൾ പോയില്ല. ഞങ്ങൾക്ക് ഇവിടെ വന്ന് ഇഷ്ടപ്പെട്ടു. ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. ഞാനും അമ്മയും മുട്ടക്കുന്നിൽ കുറേ നേരം നടക്കുകയും ഇരിക്കുകയും കുറേ ഫോട്ടോസൊക്കെ എടുത്തു. മാത്രമല്ല ഇന്ന് മദേഴ്സ് ഡേയും കൂടെയാണ്. അതുകൊണ്ട് അമ്മയുടെ കൂട്ടത്തിൽ കുറേ നേരം എനിക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് വളരെയധികം സന്തോഷം കൂടെ ഉണ്ട്. അതിനുശേഷം നമ്മൾ പല ഫിൽറ്ററിട്ട് പല പോസിൽ നിന്ന് കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ വസുവൊക്കെ നിൽക്കുന്ന മുട്ടക്കുന്നിലോട്ട് വന്നു കേട്ടോ. വസുക്കുഞ്ഞിൻ്റെ കൂട്ടത്തിലും കൂടെ സ്പെൻഡ് ചെയ്യണമല്ലോ, ഞാനൊരു മദറാണല്ലോ. അങ്ങനെ ഞങ്ങൾ അവിടേക്ക് എത്തി കേട്ടോ. അന്നേരം ഉണ്ട് വസുക്കുഞ്ഞും അവൻ്റെ അച്ഛനും കൂടെ പട്ടം പറത്തുകയാണ് കേട്ടോ. പിന്നെ ആ പട്ടം ഞാൻ വാങ്ങിച്ചു. എനിക്ക് പട്ടം പറത്താൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ എന്നെയാണ് കേട്ടോ ഏറ്റവും മുകളിൽ പറക്കുന്ന പട്ടം. അങ്ങനെ എൻ്റെ ആ ഒരു ആഗ്രഹം കൂടി സാധിച്ചു. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇവിടെ വന്ന് പട്ടം പറത്തണമെന്ന്. അതെന്തായാലും നടന്നു. പിന്നെ വസുക്കുഞ്ഞിൻ്റെ കൂട്ടത്തിൽ കുറേ നേരം കളിച്ചു കേട്ടോ. പിന്നെ തിരിച്ച് അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ പൈൻ വാലിയിലോട്ട് പോകാൻ വേണ്ടിയിട്ട് പോകുന്ന വഴിക്കാണ് കണ്ടത്. അവിടെ കുതിരയൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ കയറുന്ന സമയത്ത് കണ്ടായിരുന്നു നമ്മുടെ കുതിര സവാരിയും കൂടെ ചെയ്തതിന്. അതിനുശേഷം ഒരു ചായയൊക്കെ കുടിച്ചിട്ട് ഒരു കടലയൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ പൈൻ മരങ്ങൾക്കിടയിലോട്ട് വന്നു കേട്ടോ. കഴിഞ്ഞ ദിവസം ഇവിടെയും വന്നിട്ടുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എല്ലാം ഫാമിലി മെമ്പേഴ്സൊക്കെ ഉള്ളപ്പം നല്ല രസമാണ്. അതിനുശേഷം പല പോസിൽ നിന്ന് അവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തതിന് ശേഷം കടലയൊക്കെ കഴിച്ചിട്ട് അവിടെ നമ്മൾ അധികം താമസിക്കാതെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ തിരിച്ച് പോകുന്നത് നമ്മുടെ ഏലപ്പാറ ഈ ഒരു തേയിലക്കാടുകൾക്കിടയിലൂടെയാണ്. നല്ല രസമാണ് ഇതിനിടയിൽ കൂടി ഇങ്ങനെ യാത്ര ചെയ്യാനായിട്ട്. കാണാനും നല്ല മഴയും ചാറ്റൽ മഴയൊക്കെ ഉള്ളതുകൊണ്ട് നല്ല തണുപ്പും ഉണ്ടായിരുന്നു. നമ്മൾ ആ തേയിലക്കിടയിൽ കൂടെ വന്ന വഴികളാണ്. കണ്ടില്ലേ, ചെറിയ കളിപ്പാട്ടം പോലെ ബസ്സൊക്കെ പോകുന്നത്. പിന്നെ അവിടെ നിന്ന് കുറേ നേരം നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ സന്ധ്യ ആയതുകൊണ്ട് തന്നെ നേരെ വീട്ടിലോട്ട് പോയി കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഇവിടെ ഇത്ര